എൻ്റെ പേര് അഞ്ജു. ഞാൻ അമ്പൂരിൽ നിന്ന് വരുന്നു. എനിക്ക് ഈ കൃപാസന മാതാവിൻ്റെ ഈ പള്ളിയെക്കുറിച്ചും ഒക്കെ പറഞ്ഞത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഞാൻ നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് ആ സഹോദരി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. ഞങ്ങൾക്ക് നഴ്സിങ്ങിൻ്റെ ഫൈനൽ എക്സാമിൻ്റെ സമയത്ത് ആദ്യം ഞങ്ങൾ എഴുതിയ എല്ലാ പരീക്ഷയും ക്യാൻസൽ ചെയ്യുകയും ഞങ്ങൾക്ക് വീണ്ടും എക്സാം എഴുതേണ്ടതായിട്ട് വന്നു. ആ സമയത്ത് ഭയങ്കരമായിട്ടും ടെൻഷൻ അടിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഇനി വരാൻ പോകുന്ന എക്സാം ഭയങ്കര ഡിഫിക്കൾട്ടാന്നുള്ള ഒരു മെസ്സേജ് പോലും ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ആ സഹോദരി രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയും ശനിയാഴ്ചകളിൽ വചന ശുശ്രൂഷയിൽ പങ്കുകൊള്ളുകയും ഉപവാസമൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ കാണാറുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനും ആ സഹോദരിയുടെ കൂടെ ശനിയാഴ്ചകളിൽ വചന ശുശ്രൂഷയിലൊക്കെ പങ്കുകൊണ്ടു, ഉപവാസമൊക്കെ എടുത്ത് പ്രാർത്ഥിച്ചു. എന്നിട്ട് ആ സമയത്ത് ബാംഗ്ലൂർ ആയതുകൊണ്ട് എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുള്ള അവസരമില്ലായിരുന്നു. അപ്പം ഞാൻ അവിടെ ഇരുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ഈ എക്സാം പാസ്സാക്കി തരണേ, ഇത് ഞങ്ങളുടെ അവസാന വർഷത്തെ എക്സാമാണ്, വീണ്ടും എക്സാം എഴുതുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ആ പഠിച്ച കാര്യങ്ങൾ വീണ്ടും പഠിക്കണം, അത് കൂടുതലായിട്ട് വീണ്ടും പഠിക്കേണ്ടതായിട്ട് വന്ന് അപ്പം ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് വീണ്ടും എക്സാം എഴുതി. ഞാൻ എക്സാം എഴുതി വീട്ടിൽ അവധിക്ക് വന്ന സമയത്ത് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് ഞങ്ങളുടെ റിസൾട്ട് വരികയാണ്. അത്രയും ടീച്ചേഴ്സ് വരെ അത് ഡിഫിക്കൽട്ടാന്ന് പറഞ്ഞ പരീക്ഷയാണ്. എനിക്കത് ഫസ്റ്റ് ക്ലാസ്സോട് തന്നെ ആ എക്സാം പാസ്സാകാൻ സാധിച്ചു. എനിക്കറിയത്തില്ല ഞാനാണോ എക്സാം എഴുതിയതെന്ന്. കാരണം എനിക്ക് ആരോ എൻ്റെ ഉള്ളിൽ നിന്ന് എഴുതുകയോ ആരോ എനിക്ക് വേണ്ടി എഴുതി തരുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് എനിക്ക് കിട്ടിയ അനുഗ്രഹം, രണ്ടാമത്തെ ഉടമ്പടി എടുക്കുന്ന സമയത്താണെങ്കിൽ എനിക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസേ ഉള്ളായിരുന്നു നഴ്സിംഗ് കഴിഞ്ഞിട്ട്. അപ്പോൾ കുറേ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പം അവർക്ക് 1 കൂടുതൽ 2 വർഷമൊക്കെയാണ് അവർ ചോദിക്കുന്ന എക്സ്പീരിയൻസ്. അങ്ങനെ ഞാൻ വളരെ വിഷമത്തിരിക്കുന്ന സമയത്താണെങ്കിൽ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ വീണ്ടും എന്നെ പരീക്ഷിക്കുകയാണോ, എനിക്കൊരു ജോലി ഇല്ലാതെ എന്നെ വീണ്ടും പരീക്ഷിക്കുകയാണോ എന്ന് ഞാനിങ്ങനെ ചോദിച്ചു. അങ്ങനെ എനിക്കൊരു ഇൻ്റർവ്യൂ ഷാർജയിൽ നിന്ന് അറ്റൻഡ് ചെയ്യാനൊരു അവസരം കിട്ടി. ആ സമയത്താണെങ്കിൽ എനിക്ക് വളരെയധികം ടെൻഷനായിരുന്നു. ഫസ്റ്റ് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് തന്നെ ആണെങ്കിൽ ഒന്നാമതായിട്ട് അവിടെയുള്ള ആൾക്കാരാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്, അവരുമായിട്ട് എങ്ങനെ ലാംഗ്വേജ് അതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. ആ സമയത്ത് ഓൺലൈൻ ഇൻ്റർവ്യൂ ആണ് നടക്കുന്നത്. ഞാനപ്പം എൻ്റെ ടേബിളിൽ ഫോണിൻ്റെ കൂടെ തന്നെ മാതാവിൻ്റെ ഒരു രൂപവും ഉടമ്പടി കാശ് രൂപവും പിന്നെ തൈലവും എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഫസ്റ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞു. അവർ പറഞ്ഞു ഇനി ഫൈനൽ ഇൻ്റർവ്യൂ ഉണ്ട്, ഫൈനൽ ഇൻ്റർവ്യൂവിലേക്ക് സെലക്ഷൻ ആയി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സമാധാനമായി. 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മെസ്സേജ് വന്നു, ഫൈനൽ ഇൻ്റർവ്യൂ 2 ദിവസം കഴിഞ്ഞ് ഉണ്ടെന്ന് മെസ്സേജ് വന്നു. ആ സമയത്താണെങ്കിൽ ഫൈനൽ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ വളരെയധികം ടെൻഷൻ അടിക്കുന്ന കാര്യമാണ്. അപ്പം അതിലും ഭയങ്കര അവരുടെ ആൾക്കാരാണ് ഇൻ്റർവ്യൂ നടത്തുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്താണെങ്കിലും ഇത് നടക്കുന്നത് ഒരു 3 മണി സമയം, ഇവിടുത്തെ 3 മണി സമയത്താണ് എനിക്ക് ഈ ഇൻ്റർവ്യൂ നടക്കുന്നത്. അപ്പം ഞാനാണെങ്കിൽ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, പിന്നെ ആണെങ്കിൽ മാതാവിൻ്റെ രൂപം ഇതുപോലെ തന്നെ ടേബിളിൽ എടുത്ത് വയ്ക്കുകയും ഉടമ്പടി കാശ് രൂപം കയ്യിൽ പിടിക്കുകയും തൈലം എടുത്ത് എൻ്റെ നെറ്റിയിലൊക്കെ കുരിശ് വരച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അവർ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞ് അവർ പെട്ടെന്ന് ശരി എന്ന് പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ ഇതിൽ സെലക്ഷൻ ആയില്ലേ എന്ന് വിചാരിച്ച്, ദൈവമേ മാതാവ് വീണ്ടും എന്നെ നീ പരീക്ഷിക്കുകയാണോ എന്ന് ഞാൻ വിചാരിച്ച്. അപ്പോൾ ഞാനിങ്ങനെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, മാതാവ് ഇതെങ്കിലും നീ തന്ന അവസരമാണ്, എനിക്ക് തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ച്. അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് എന്നെ അവിടുന്ന് വിളിക്കുകയാണ്, നിങ്ങൾ സെലക്ഷൻ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് ഓഫർ ലെറ്റർ 2 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഓഫർ ലെറ്റർ കിട്ടും. ഇന്ന് എനിക്ക് ഓഫർ ലെറ്റർ വന്നു, എൻ്റെ വിസ വന്നു, 15-ാം തീയതി എനിക്ക് വിദേശത്തേക്ക് പോകാൻ സാധിച്ചു. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. അതുപോലെ തന്നെ എൻ്റെ സഹോദരിക്കാണെങ്കിലും ഇതുപോലെ വിസ റിജക്ഷൻ ഉണ്ടായതായിരുന്നു. ആ സമയത്ത് ഞാൻ അവളുടെ പാസ്പോർട്ടൊക്കെ മാതാവിൻ്റെ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായി അവളിപ്പോൾ വിദേശത്താണ്, അവൾക്കും അങ്ങനെ പോകാൻ സാധിച്ചു. അങ്ങനെ 1000 നന്ദി അമ്മയ്ക്കും തിരുക്കുമാരനും. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാനാണെങ്കിൽ പത്രങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയി ഓരോ വീടുകളിലും കൊണ്ടുപോയി ഞാനിങ്ങനെ കൊടുക്കുകയായിരുന്നു. എല്ലാ വീടുകളിലും ഒരു വീട് പോലും മുടങ്ങാതെ എല്ലാ വീടുകളിലും കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. എന്നെ കൊണ്ട് അറിയാവുന്ന ഇടങ്ങളിലെല്ലാം ഞാൻ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഞാൻ അവരോട് പറയുകയും ചെയ്യുമായിരുന്നു. സങ്കീർത്തനം 13:6 ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും, അവിടുന്ന് എന്നോട്
അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു. അഞ്ജു വർഗീസ് അമ്പോരി പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് താൻ കടന്നുപോയ സാക്ഷ്യാനുഭവം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. വളരെ വ്യക്തമായിട്ട് താൻ കടന്നുപോയ കടമ്പകളെ നമുക്ക് മുമ്പിൽ വളരെ വ്യക്തമായിട്ട് പറയുകയുണ്ടായി. പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ എപ്രകാരം തൻ്റെ ജീവിതത്തിലുണ്ടായെന്നും അത് ഒരു വർഷത്തിനിടയിൽ നിരവധിയായ അവസരങ്ങൾ വന്നിട്ടും അത് നഷ്ടപ്പെടുമ്പോഴും പ്രത്യാശ നഷ്ടപ്പെടുമ്പോഴും പരിശുദ്ധ അമ്മ നൽകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഈ മകള് നേർച്ച വസ്തുക്കളുടെയും ഉടമ്പടി വസ്തുക്കളുടെയൊക്കെ ചേർന്നുകൊണ്ട് നിരവധിയായ പ്രാർത്ഥനയോടുകൂടി പരിശുദ്ധ അമ്മയിൽ ആശ്രയിക്കുകയും ഉചിതമായ ഒരു ജോലി നൽകി മാതാവ് ഈ മകളെ അനുഗ്രഹിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ നിരവധിയായ ഓരോ വീടുകളൊക്കെ കയറിറങ്ങിക്കൊണ്ട് മാതാവിന് സാക്ഷിയായിട്ട് പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് എൻ്റെ ജീവിതത്തെ മാറ്റണമെന്ന ബോധ്യത്തോടു കൂടി എല്ലാവരുടെയും ഇടയിൽ കൃപാസന പത്രങ്ങൾ കൊടുക്കുകയും മാതാവിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കുകയും ചെയ്തു. ഇനിയും ദൈവാനുഗ്രഹങ്ങൾ കൊണ്ടും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ മകളെയും ഇനി മാറ്റുവാനും ഒപ്പം നമ്മുടെ എല്ലാ നിയോഗങ്ങളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിന് അനുഭവങ്ങൾ നൽകണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അനുഭവം നമുക്ക് പരിശുദ്ധ മാതാവിന് നന്ദികൾ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും അനുഗ്രഹം ഉണ്ടാകട്ടെയും ചെയ്യുന്ന നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം.